സോ ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ട്രേഡ് സെറ്റപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. സോ നിങ്ങൾ കാണുന്നത് തന്നെയാണ് യൂറോ USDയിലാണ് സെറ്റപ്പ് കേട്ടോ. സോ യൂറോ USDയിൽ എവിടെ നിന്ന് ട്രേഡ് ഇടണം, എന്താണ് റീസൺ, അതേപോലെ തന്നെ എങ്ങനെ നമുക്ക് ട്രേഡ് ഈസി ആയിട്ട് എടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. ഓക്കെ, സോ ഇനി നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ഉണ്ടാവാനുള്ള ചാൻസും കാര്യങ്ങളും കൂടുതലാണ്. കാരണം നമ്മൾ ഫ്രീ ആയി. ഓക്കെ, എല്ലാ തിരക്കൊന്നും ഫ്രീ ആയി. ഇനി നമ്മൾ കിട്ടുന്ന ട്രേഡ് മൊത്തം നമ്മൾ ഗ്രൂപ്പിലും അതേപോലെ തന്നെ വീഡിയോസ് ആക്കിയിട്ട് വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ യൂറോ USDൻ്റെ ഒരു സെറ്റപ്പും കാര്യങ്ങളാണ് ഇപ്പോൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടോ കേട്ടോ. സോ അതേപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോ. ഇനി നമ്മളെല്ലാവരും പുതിയ ആൾക്കാർക്ക് വീഡിയോ എത്തട്ടെ അതേപോലെ കേട്ടോ. ഓക്കെ, സോ നമ്മൾ ഇന്ന് ഈ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ ഇത് യൂറോ USDയിൽ 4 അവർ ക്യാൻഡിലിൽ കിട്ടിയൊരു ട്രേഡാണ്. ഓക്കെ, സോ 4 അവർ ക്യാൻഡിലിൽ കിട്ടിയ നമുക്ക് ട്രേഡിൻ്റെ സെറ്റപ്പ് ഏകദേശം എന്താണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് പാറ്റേൺ ഇരിക്കുന്നത്, സ്റ്റെപ്പാണ് പാറ്റേൺ ആയിട്ട് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കെയർഫുൾ ആവണം, എന്നാൽ നമുക്ക് ട്രേഡ് ഇടാനും പറ്റും. ഇത് ഏകദേശം 1:3 റേഷ്യോയിലുള്ള ട്രേഡാണ്. ഓക്കെ, 1:3, അതായത് $50 റിസ്ക് വെക്കുകയാണെങ്കിൽ $150 വാരാൻ പറ്റുന്ന ഒരു ട്രേഡാണ്. ഓക്കെ, സോ നമ്മൾ ട്രേഡിൻ്റെ സെറ്റപ്പ് പറയുകയാണ്. സോ ട്രേഡിൻ്റെ സെറ്റപ്പ് എന്ന് പറയുമ്പോൾ നോക്കിക്കോ, നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെയാണ് നമുക്ക് ബ്രേക്കോ സ്ട്രക്ചർ, ലാസ്റ്റ് ഉണ്ടായ ബ്രേക്കോ സ്ട്രക്ചറാണ് ഇവിടെ. ശ്രദ്ധിച്ച് നോക്കിക്കോ കേട്ടോ, ലാസ്റ്റ് ഉണ്ടായ ബ്രേക്കോ സ്ട്രക്ചറാണ് ഇവിടെ ഉള്ളത്. സോ ലാസ്റ്റ് ഉണ്ടായ ബ്രേക്കോ സ്ട്രക്ചർ, പിന്നെ നമ്മളെ OB വരുന്നത് ഈ ഒരു ലാസ്റ്റ് ഉണ്ടായതാ ഈ ഒരു ക്യാൻഡിലാണ് നമ്മളെ OB. അതേപോലെ തന്നെ അടിയിലോട്ട് ഈ വിക്ക് വരെ നമ്മൾ OB വരച്ചു. സോ OBയിൽ നിന്നല്ല ഇപ്പം നമുക്ക് എൻട്രി കിട്ടിയിട്ടുള്ളത്. നമുക്ക് എൻട്രി ആയിട്ടില്ല, ആവുന്നേ ഉള്ളൂ. ഓക്കെ, എൻട്രി ഞാൻ വീണ്ടും പറയുന്നത് എൻട്രി ആയിട്ടില്ല. എൻട്രി ആവണമെന്നുണ്ടെങ്കിൽ റേഞ്ച് ഞാൻ പറയും, അത് വീഡിയോ മൊത്തം കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. സോ നമ്മൾ ഇവിടെ നമുക്കൊരു FVG കിട്ടിയിട്ടുണ്ട്, ഫെയർ വാല്യൂ ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ട്. ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് കാരണമാണ് നമുക്ക് എൻട്രീൻ്റെ ഒരു ചാൻസും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുള്ളത്. സോ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്തു, മാർക്കറ്റ് റിയാക്ട് ചെയ്തു. 2 പ്രാവശ്യം മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്, 2 പ്രാവശ്യം റിയാക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ 2 പ്രാവശ്യം ടച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ 50% മാർക്കറ്റ് വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 50 മിനിറ്റിൽ, അതായത് 4 അവർ ആണെങ്കിൽ 50 മിനിറ്റ് ടൈം ഫ്രെയിംസൊക്കെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുണ്ടാവും. ഓക്കെ, സോ അത് ഞാൻ ഇനി വീണ്ടും പറയുന്നില്ല. സോ നമ്മൾ ഇതാണ് ടൈം ഫ്രെയിംസ്. ഓക്കെ, നമ്മൾ 50 മിനിറ്റിലേക്ക് വന്നു. 50 മിനിറ്റിലേക്ക് വന്നിട്ട് നമ്മൾ നോക്കുമ്പോൾ ലാസ്റ്റ് ഉണ്ടായ സ്വിങ് ഇതാണ് ലാസ്റ്റ് ഉണ്ടായ ഒരു സ്വിങ്. പക്ഷേ ഈ സ്വിങ് നമ്മൾ എന്തുകൊണ്ട് വാലിഡായിട്ട് കൂട്ടുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എനിക്ക് മറുപടി പറയാൻ പറ്റും. കാരണം ഈ ഒരു സ്വിങ് ഇതിൻ്റെ ക്ലോസ് ചെയ്തിട്ടുണ്ടല്ലോ, ഈ ക്ലോസ് ചെയ്തതൊരു വിക്കാണ്. ഓക്കെ, ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു 80% ചാൻസും ഈ വിക്ക്, അതായത് ഈ ഒരു സ്വിങ്ങിൻ്റെ മേലെ പോയിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതൊരു ബിഗ് കീ ടിപ്പാണ്. ഓക്കെ, ബിഗ് കീ ടിപ്പാണ്. അതായത് നിങ്ങൾ 4 അവർ ക്യാൻഡിലായാലും 1 ഡേ ക്യാൻഡിലായാലും ഇനി 1 വീക്ക് ക്യാൻഡിലായാലും നിങ്ങൾ ഇങ്ങനത്തെ ഒരു പ്രതിഭാസം കണ്ടു കഴിഞ്ഞാൽ അത് അതിൻ്റെ മേലെ തന്നെ ചെന്ന് ക്ലോസ് ചെയ്യും. ഓക്കെ, അത് അതിൻ്റെ മേലെ തന്നെ ചെന്ന് ക്ലോസ് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ അടുത്ത സ്വിങ്ങിൻ്റെ മേലെ നിന്ന് അടിയിലോട്ട് ഇറങ്ങും. അതായത് ഈ ഒരു സ്വിങ് ലെവൽ ഇവിടെ വരെ എത്തി. ഓക്കെ, ഈ സ്വിങ് ഇവിടെ വിക്കായിട്ട് ക്ലോസ് ചെയ്തു, എന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ഇതിൻ്റെ മേലെ പോയി ക്ലോസ് ചെയ്തു. ഇനി അടുത്തതായിട്ട് വരുന്ന സ്വിങ് ഏതാ, ഇതല്ലേ, ഈ ഒരു സ്വിങ് ആണ് അടുത്തതായിട്ട് വരുന്നത്. സോ ഈ ഒരു സ്വിങ് നമ്മൾ എന്ത് ചെയ്യും, മാർക്കറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്, നമ്മളെ ബോഡി തന്നെ ഇവിടെ മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട സ്വിങ് ഏതാണ്, ഈ ഒരു സ്വിങ് ആണ്. അതായത് ഈ ഒരു ക്യാൻഡിലാണ്, ഇതിൻ്റെ മേലെ ചെന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്തായി, അപ് ട്രെൻഡായി. ഓക്കെ, അപ് ട്രെൻഡ് ആയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇത് നമുക്ക് ഇവിടുന്നാണ് ഈ ഒരു ക്യാൻഡിലുണ്ട്, നമ്മൾ ഇവിടുന്നാണ് എൻട്രി എടുക്കുന്നത്. ഇതിൻ്റെ മേലെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് എൻട്രി എടുക്കാം. ഓക്കെ, പിന്നുള്ളത് 70-80% ചാൻസ് നമുക്കിത് മുകളിലോട്ട് തന്നെ പോകാനാണ് സാധ്യത. നമ്മൾ ഇതിൻ്റെ മേലെ ചെന്ന് ക്ലോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ട്രേഡ് ഇടേണ്ടത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി ഉണ്ടാവും. ഇനി നമ്മൾ നോക്കേണ്ടത് 4 അവറിലേക്ക് തിരിച്ചു വരിക. 4 അവറിലേക്ക് തിരിച്ച് വന്നിട്ട് നമ്മൾ മാർക്കറ്റിൽ നോക്കുക. സോ ഇവിടെ റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞു റിസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. ചിലപ്പോൾ മാർക്കറ്റ് ഇതൊക്കെ ബ്രേക്കായി ഇവിടെ വരെ എത്തും, ഇവിടുന്ന് ചിലപ്പോൾ അടിയിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ട്രേഡ് സ്പ്ലിറ്റ്
സ്പ്ലിറ്റായിട്ട് വെക്കണം എന്നുള്ളത് പറയണത്. ട്രേഡ് സ്പ്ലിറ്റായിട്ട് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാർക്കറ്റ് നമ്മൾ ഫസ്റ്റ് ടി പി ഇപ്പോൾ ഇതിൻ്റെ മേലെ കൊണ്ടുപോയി വെക്കുക. മാർക്കറ്റ് ഇതിൻ്റെ മേലെ ഫസ്റ്റ് ടി പി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റ് ചിലപ്പോൾ ഇവിടെ വരെ കയറിയിട്ട് നമ്മൾ ഫസ്റ്റ് ടി പി ഹിറ്റായിട്ട് ഇറങ്ങി അടിയിലോട്ട് പോയാലും നമ്മൾ പ്രോഫിറ്റബിളാണ്. എത്ര പ്രോഫിറ്റബിൾ ആണെന്ന് നോക്കണ്ട, നമ്മൾ പ്രോഫിറ്റബിളാണ്. ഓക്കെ, നമുക്ക് ലോസ് വരില്ല. നമ്മളെന്തെങ്കിലും ഫസ്റ്റ് ടി പി അടിക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ SL കൊണ്ടുപോയിട്ട് ബ്രേക്ക് ഈവനിൽ വെക്കുമല്ലോ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രോഫിറ്റബിളാണ്. സോ ആ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം. മാക്സിമം ശ്രദ്ധിച്ചാലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മറികടക്കാൻ പറ്റുള്ളൂ. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യം കഷ്ടത്തിലാവും. അതേപോലെ തന്നെ ഭയങ്കര പണി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. സോ ഈ കാര്യങ്ങൾ സൂക്ഷിക്കുക. ഇനി അടുത്തത്, ഇനി ഇതൊന്നും പാലിച്ചില്ല, മാർക്കറ്റ് എന്ത് ചെയ്തു 50 മിനിറ്റിൽ ഇവിടുന്ന് അടിയിലോട്ട്, അതായത് ഇവിടെ ഇപ്പോൾ ഒരു കൺസോൾട്ടറേഷൻ സ്റ്റേജാണ് കാണുന്നത്. ഓക്കെ, സോ കൺസോൾട്ടറേഷൻ സ്റ്റേജിൽ ഇവിടെ അടിയിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട, എൻട്രി പോയിട്ടില്ല, എൻട്രി ഇപ്പോൾ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. ഓക്കെ, എൻട്രി ഇപ്പോൾ കിട്ടിയിട്ടില്ല എന്നുള്ളൂ. എൻട്രി ചിലപ്പോൾ അടിയിലോട്ട് വരാം. അടിയിലോട്ട് വന്നിട്ട് നമ്മൾ OB എന്ന് പറയുന്ന സംഭവം ഉണ്ട് ഇവിടെ. ഈ OBയിൽ വന്ന് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മാർക്കറ്റിൽ എൻ്റർ ആവാൻ പറ്റും. നമ്മൾ ഇതേപോലെ കൺഫർമേഷൻ നോക്കി എൻ്റർ ആവാൻ പറ്റും. ഓക്കെ, ഇതും ബ്രേക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺ ട്രെൻഡായി. ഇല്ലേ, ഇതും ബ്രേക്കായി പോവുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡായി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. അല്ലാതെ നമ്മൾ വെറുതെ അത് ഇത് എന്ന് പറഞ്ഞ് ട്രേഡ് ഇട്ട് കഴിഞ്ഞാൽ മാർക്കറ്റിൽ മൊത്തം പോകും. ഇത് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാണ്. സോ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടാലേ നിങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രേഡിലുള്ളത്. സോ മാർക്കറ്റിൽ നമ്മൾ വാച്ച് ചെയ്യുക. EURUSD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിഗിനേഴ്സിന് പറ്റിയൊരു കറൻസിയും കൂടിയാണ്. സോ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള കറൻസി കൂടിയാണ് ഇത്. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് കാര്യങ്ങൾ എന്താണ് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. സോ എന്തായാലും എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യുക. അതേപോലെ തന്നെ ട്രേഡ് എടുക്കുന്നതിൻ്റെ മുമ്പേ ഒന്ന് ചിന്തിച്ചിട്ട് എടുക്കുക, ഇത് നമുക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളത്. സോ അതേപോലെ തന്നെ SL ഞാൻ കറക്റ്റായിട്ട് ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. SL ഇപ്പോഴത്തെ സ്റ്റേജിൽ, ഞാൻ വീഡിയോ ചെയ്യുന്ന സ്റ്റേജിൽ, ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കോഡ് കമ്മ്യൂണിറ്റിയിൽ, വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും. അതേപോലെ തന്നെ വീഡിയോയും ആക്കുക നമ്മൾ. ഓക്കെ, ഇനി എല്ലാ കണ്ടൻറ്റും നമ്മൾ വീഡിയോ ആക്കിയിട്ട് ഇടാൻ പോവാണ്. സോ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ഫുൾ ഒരു ആക്റ്റീവ് സ്റ്റേജിലേക്ക് പോകാൻ പോവാണ്. സോ എന്തായാലും നമ്മളൊരു എൻട്രി സെറ്റ് ചെയ്ത് മുതൽ പറഞ്ഞു തരാൻ നമ്മളെ പോയിൻ്റ് പറയണത് 1.14895 കേട്ടോ. സോ എത്രയാണെന്ന് വെച്ചാൽ 1.4, അതായത് 1.14900 നമ്മളെ എൻട്രി. ഇനിയിപ്പോൾ ഫസ്റ്റ് TP ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.16 അല്ലെങ്കിൽ 530 അല്ലെങ്കിൽ 520 ഏതെങ്കിലും ആയാലോട്ടെ. ഇനി SL മെയിനായിട്ട് SL ആണ്. SL 1.14320 അല്ലെങ്കിൽ 330, ഈ രണ്ടിൻ്റെ ഇടയിൽ വയ്ക്കുക. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം. TPയും അതേപോലെ തന്നെ SLഉം, ഇത് രണ്ടും നിങ്ങൾ സൂക്ഷിക്കണം. എൻട്രി പൊസിഷൻ കറക്റ്റ് ആവണം. ഓക്കെ, എൻട്രി പൊസിഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എൻട്രി പൊസിഷൻ പെൻഡിങ്ങിൽ വെക്കാം. പക്ഷേ പെൻഡിങ്ങിൽ വെക്കണമെന്ന് ഞാൻ പറയില്ല. കാരണം പെൻഡിങ്ങിൽ വെക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. പെൻഡിങ്ങിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ ചിലപ്പോൾ മാർക്കറ്റ് അതുകൊണ്ട് ടാപ്പ് ചെയ്തിട്ട് അടിയിലോട്ട് പോകാനുള്ള സാധ്യതയും കാര്യങ്ങളൊക്കെ മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് നമ്മൾ അത് വെക്കണം നമ്മൾ പറയില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ മാക്സിമം നോക്കിയും കണ്ടൊക്കെ ചെയ്യുക. സോ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു എൻ്റയർ ട്രേഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. സോ ഇനി ഇതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. സോ അപ്ഡേറ്റഡ് വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്നാൽ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ വരുന്നതാണ്. അതുവരേക്കും ബൈ.